ഇവിടെ കൊടിയുടെ പേരിൽ KSU വിലപിക്കുന്നു. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ ICUവിൽ കഴിയുന്ന സമയമാണിത്. നിങ്ങളാൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം. ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നമ്മൾ വേറെ എന്ത് പുരാണം പറഞ്ഞിട്ടും കാര്യമില്ലാത്ത വിധം ഗൗരവമായ പ്രശ്നമാണ്. അവിടെ ആർഷോ SFIയെക്കുറിച്ച് നിരന്തരം ഉന്നയിക്കുന്ന ചില പരാതികൾ പറഞ്ഞുകൊണ്ടും കാത്തലിക്കറ്റ് കോളേജിലെ ഇന്നത്തെ കാര്യവും അല്ലെങ്കിൽ താങ്കളുടെ തന്നെ നേരത്തെ ഒരു FB പോസ്റ്റും അല്ലെങ്കിൽ അവിടുത്തെ തന്നെ SFIയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് പോസ്റ്റോ മറ്റോ ഒക്കെ പറഞ്ഞുകൊണ്ട് ആശിഷ് കൃഷ്ണ ഞാൻ നിൽക്കുന്നൊരു പോയിന്റ് അതാണ്. ഈ SFI KSU ഒക്കെ മാറ്റിവെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. എന്ത് ന്യായീകരണം കൊണ്ടും അതിനെ മറച്ചുപിടിക്കാൻ കഴിയില്ല, അത് വസ്തുതയാണ്. പക്ഷേ KSU SFIക്ക് മേൽ ഇത്തരം നിരന്തരമായ ചില മറുപടികളാൽ പരിച തീർക്കാൻ ശ്രമിച്ചാൽ SFI സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി എന്താണ്? അല്ല, അതിനകത്ത് ഞങ്ങളുടെ കൂടപ്പുറപ്പായ ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഒരു വിദ്യാർത്ഥി നേതാവിനെ അടിച്ച് തല പൊളിച്ച് മരണത്തോടടുത്തുള്ള അവസ്ഥയിലേക്ക് എത്തിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി KSUക്കാരോട് അല്ലയോ മഹാനുഭാവ അങ്ങ് വരൂ, ക്യാമ്പസിനകത്ത് വന്ന് സംഘടനാ പ്രവർത്തനം നടത്തൂ, കൊടിവീശി കാണിക്കൂ എന്ന് എഴുതുന്നതിന് വേണ്ടി തൽക്കാലം സൗകര്യപ്പെടില്ല എന്നുള്ളത് KSUവിൻ്റെ ഭാരവാഹി മനസ്സിലാക്കി വെച്ചോ. ഇനി KSUവിൻ്റെ ഭാരവാഹി ആവർത്തിച്ചു പറഞ്ഞു അവിടെ എവിടെയൊക്കെ അവരുടെ കൊടിമരം പിഴുതുപോയി, അവരുടെ ഏതെല്ലാമൊക്കെയോ പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്ന നിലയുണ്ടായി. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു വെക്കുന്നു കേരളത്തിലെ KSUവിനോട്, നിങ്ങൾ അക്രമ പരമ്പര അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. ഞങ്ങളും ആക്രമിക്കപ്പെടരുത്, നിങ്ങളും ആക്രമിക്കപ്പെടരുത്. ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ നിങ്ങളും ആക്രമിക്കപ്പെടും എന്നുള്ളതിനകത്ത് ഒരു തർക്കവും വേണ്ട. കാരണം ഈ കാലയളവിലാകെ ഏകപക്ഷീയമായി ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതായത് തൗഫിക്കെ അങ്ങയോട് വളരെ ബഹുമാനത്തോടെ പറയണം, നിങ്ങൾ ആക്രമിക്കാതിരുന്നാൽ ഇവിടെ ആരും ആക്രമിക്കപ്പെടുന്ന നിലയുണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഒറ്റ തിരിഞ്ഞ് 10-15 ആള് കൂടി ഒരു വിദ്യാർത്ഥിയെ, 18-19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ ഈ പറഞ്ഞ പോലെ ഒരു കലോത്സവ വേദിയിൽ നിലത്തിട്ട് ഇരുമ്പ് പടിക്കും പട്ടികയ്ക്കും അടിച്ച് തല പൊട്ടി ഈ ഘട്ടത്തിലും ആ വിദ്യാർത്ഥി ഗുരുതര പരിചരണ വിഭാഗത്തിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്കുൾപ്പെടെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. അത്രമേൽ മാരകമാം വിധം ആക്രമിക്കപ്പെടുന്ന ഘട്ടം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മാത്രമായിരിക്കില്ല തിരിച്ച് പ്രതിരോധം തീർക്കുക, ഈ നാടാകെ നിന്ന് പ്രതിരോധം തീർക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ ചില വാർത്ത കണ്ടു, കണ്ണൂരിൽ ഈ പറഞ്ഞ പോലെ ഏതോ KSUവിൻ്റെ നേതാവിനെ മുഖം മൂടിയിട്ട് ആരൊക്കെയോ ആക്രമിച്ചു എന്നുള്ളതിൻ്റെ ഈ പറഞ്ഞ പോലെ ആക്രമിച്ചു എന്നുള്ള നിലയിലേക്ക്. ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ലിസ്റ്റിൽ വരുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇതിനൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല. പൊതുസമൂഹം ഉൾപ്പെടെ നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന നിലയുണ്ടാകും. ഈ നിലയിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന നിലയുണ്ടായി കഴിഞ്ഞാൽ അക്രമ പരമ്പരകളുടെ കേന്ദ്രമാക്കി കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറായാൽ അതിശക്തമായ പ്രതിരോധം ഉണ്ടാകുമെന്നുള്ള അതിനകത്ത് തർക്കമല്ല. ആ ഘട്ടത്തിലും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ അക്രമ പരമ്പര അവസാനിച്ചാൽ സമാധാനപരമായി നമ്മുടെ ക്യാമ്പസുകൾ മുന്നോട്ട് പോകും. അതിന് നിങ്ങൾ തയ്യാറാകണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ അതിന് പുറത്ത് മാറി നിന്ന് ചിന്തിക്കുമ്പോൾ നേരത്തെ തൗഫീഖ് പറഞ്ഞ പ്രതിരോധം തീർത്തതാണ് ഈ വളരെ വളരെ ഗുരുതരമായ ആക്രമണം, ആ ചെറുപ്പക്കാരനുണ്ടായ വലിയ പരിക്ക്, അത് പ്രതിരോധം തീർക്കലാണെന്ന് KSU പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. അത് ശരിയായ രീതിയല്ല. അത് ഉണ്ടാക്കുന്ന അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ക്യാമ്പസുകൾ മാറാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. തൗഫീഖ് പറഞ്ഞു വന്നതാണ്, SFI പറഞ്ഞതാണ് ആ നിലയിലേക്ക് കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് പോകാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അതാ പറഞ്ഞത്, കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. ആ നിലയിലേക്കുള്ള പ്രതിരോധം തീർക്കൽ, അത് ക്യാമ്പസുകളെ വേദിയാക്കാൻ ആരും ഇറങ്ങണ്ട എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ നിലയിലേക്ക് അതിന് തിരിച്ചടി എന്നുള്ളതല്ല അതിന്റെ മറുപടിയും, യാതൊരു സംശയവുമില്ല. അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ മാറാൻ പാടില്ല ക്യാമ്പസിനുള്ളിൽ.